അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ജീവിതത്തിൽ കഠിനമായ ചുരങ്ങളുണ്ട്. ആ കഠിനമായ ചുരങ്ങൾ താണ്ടി പ്രതിസന്ധികളുടെ പല കാലങ്ങളിലൂടെ ജീവിക്കുന്ന മനുഷ്യന് വേറെ ഒരു മനുഷ്യൻ്റെ തണലും ആശ്വാസവും സ്നേഹവും അതില്ലാതെ പറ്റില്ല. വിശുദ്ധ ഖുർആനിൽ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വചനം റോമാ രാജ്യക്കാർ എന്ന പേരിലുള്ള അധ്യായത്തിലാണ്. ആ വചനം വളരെ ലളിതമാണ്. പഠിച്ചവൻ 3 കാര്യങ്ങളാണ് പറയണത്. ഒരുമിച്ച് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ബാധകമായ 3 കാര്യങ്ങൾ. അങ്ങനെയാണ്. അതിന് ഹോസ്റ്റലിൽ ഒരുമിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് പോലും ബാധകം. വിവാഹത്തിൽ ഒരുമിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല, ഒരുമിച്ച് ജീവിക്കുന്ന മനുഷ്യരെവിടൊക്കെ ഉണ്ടോ അവർക്കൊക്കെ ബാധകമായ, അവരൊക്കെ കാവൽ ബോധമായി മനസ്സിൽ സൂക്ഷിക്കേണ്ട 3 കാര്യങ്ങൾ. ഇങ്ങനെയാണ് പഠിച്ചു പറയുന്നത്. അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. ഇങ്ങനെയാണ് അതിൻ്റെ അറബി വചനം. അർത്ഥം ഇത്രയേ ഉള്ളൂ. 3 കാര്യങ്ങൾ. ഒന്നാമതായി പഠിച്ചു പറയാം, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഈ ഇണയില്ലേ, അത് ഒരു മനുഷ്യനാണ് കേട്ടോ. അങ്ങനെ പറയാം. മിൻ അംഫുസിക്കും എന്നുള്ള വേർഡിൻ്റെ അർത്ഥം അതാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് ആകാശത്ത് നിന്നൊരു മാലാഖയല്ല കേട്ടോ, ഭൂമിയിൽ നിന്നുള്ള ഒരു മനുഷ്യനാണ്. മനുഷ്യൻ എന്ന നിലക്കുള്ള എല്ലാ സാധാരണത്വവും സ്വാഭാവികതകളും ഉണ്ടാവും കേട്ടോ. അസാധാരണമായി ഒന്നും പ്രതീക്ഷിക്കണ്ട. മനുഷ്യൻ എന്ന നിലക്കുള്ള എല്ലാ സാധാരണത്വങ്ങളുമുള്ള ഒരാളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂട്ടായി വരുന്നത് കേട്ടോ. ബൈബിളിൽ ഒരു സ്റ്റോറി ഉണ്ട്. ആ നാട്ടിലെ ഏറ്റവും വലിയ ആള് രാജാവാണല്ലോ. രാജാവിൻ്റെ ശില്പം ഉണ്ടാക്കുന്നതായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. രാജാവിൻ്റെ ശില്പമാണ് ഉണ്ടാക്കുന്നത്. ഇരുമ്പ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും ഉണ്ടാക്കുന്നത് ഇരുമ്പ് കൊണ്ടാണ്. പക്ഷേ ഒരവയവം മാത്രം ഉണ്ടാക്കുന്നത് ഇരുമ്പ് കൊണ്ടല്ല എന്ന് മാത്രമല്ല, കളിമണ്ണ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇരുമ്പ് ഏറ്റവും ശക്തിയുള്ള ഒരു ആയുധവും കളിമണ്ണ് തൊട്ടാൽ പൊട്ടുന്ന അത്രയും ദുർബലമായ ഒന്നും. ഈ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയത് ഏത് അവയവമാണെന്നറിയോ? കാൽപാദം. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഇരുമ്പ് കൊണ്ടും കാൽപാദം മാത്രം കളിമണ്ണ് കൊണ്ടും. എത്ര വലിയ മനുഷ്യനാണെങ്കിലും, എത്ര മഹാനായ മനുഷ്യനാണെങ്കിലും, എത്ര ഭക്തനോ ഭക്തയോ ആയ മനുഷ്യനാണെങ്കിലും, മനുഷ്യനാണോ അയാളുടെ കാൽപാദം കളിമണ്ണാണ്. ഒരു ചെറിയ കല്ലിൽ തട്ടുമ്പോഴേക്ക് പൊടിഞ്ഞു പോകുന്ന കളിമണ്ണിന്റെ കാൽപാദം പോലെ ദുർബലമാണ് മനുഷ്യന്റെ മനസ്സ്. ഇന്ന് നമ്മളെ സ്നേഹിക്കാനും കാത്തിരിക്കാനും ഒക്കെ കുറേ ആൾക്കാരുണ്ടാവും. നമ്മൾ അംഗീകരിക്കാനൊക്കെ കുറേ ആൾക്കാരുണ്ടാവും. എന്നാൽ നമ്മുടെ അടുത്ത് നിന്ന് ഒരു തെറ്റ് വന്നുപോയി, നമ്മുടെ അടുത്ത് നിന്ന് ഒരു അബദ്ധം വന്നുപോയി, നമ്മൾ പെട്ടുപോയി. നാട്ടുകാർ മുഴുവനും നമ്മളെ തള്ളിപ്പറയും. നമ്മളെ സ്വീകരിച്ച മനുഷ്യർ നമ്മളെ ആട്ടി അകറ്റും. ആർക്കും നമ്മളെ വേണ്ടി വരില്ല, നമ്മൾ ഒറ്റപ്പെടും. ആ സമയത്ത് പ്ലീസ് കം ബാക്ക് എന്ന് പറയാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ വേണം. ആ മനുഷ്യനോടാണ് ഈ പറയണത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇണയായി വന്നിട്ടുള്ളത്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാര്യയായി ഭർത്താവായി വരുന്നത് ആകാശത്ത് നിന്നൊരു മാലാഖയല്ല കേട്ടോ, ഭൂമിയിൽ നിന്നുള്ള മനുഷ്യനാണ്. തെറ്റുകൾ പറ്റും, കരയും, വേദനിക്കും, സങ്കടപ്പെടും, വിശക്കും, പിഴവുകൾ വരും, അബദ്ധങ്ങൾ ആവർത്തിക്കും. ഒറ്റ കാരണമേ ഉള്ളൂ, മനുഷ്യനാണ് കേട്ടോ. എന്നിട്ട് പഠിച്ചവൻ 2 കാര്യങ്ങൾ കൂടി പറഞ്ഞു.
എന്താണ്? മനുഷ്യന് വേണ്ട 2 കാര്യങ്ങൾ. ഒന്നാമതായി സ്നേഹം എന്ന് പറഞ്ഞു. വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ. നിങ്ങളുടെ രണ്ടാളുടെയും ഇടയിൽ, നാസ്നിയുടെയും ഹിജാസിൻ്റെയും ഇടയിൽ പടച്ചോൻ ഉണ്ടാക്കി വെക്കുന്നു. അങ്ങനെയാണ് പ്രയോഗം. വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ. നിങ്ങളെ രണ്ടാളുടെ ഇടയിൽ പടച്ചോൻ അത്ഭുതകരമായ 2 മാജിക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് സ്നേഹമാണ്, ഒന്ന് കാരുണ്യമാണ്. ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നാ പടച്ചോൻ പറഞ്ഞ. അമ്മ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എടുത്ത് കഴിക്കേണ്ടത് നമ്മളാണ്. ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പടച്ചോൻ എങ്ങനെ പറഞ്ഞ? വജഅല ബൈനക്കും, 800 കോടി മനുഷ്യരുടെ ഇടയിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഈ മനുഷ്യനോട് മറ്റൊരാളോടുമില്ലാത്തത്രയും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പ്രണയവും കാരുണ്യവും നാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ. ഇത്രയേ ഉള്ളൂ. വിവാഹത്തിൻ്റെ സമയത്ത് വധൂവരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചക തിരുമേനി പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു ചെറിയ പ്രാർത്ഥനയുണ്ട്. അതിങ്ങനെ എഴുതിയാൽ ഒരു വരിയുള്ളൂ, ഒറ്റ വരിയേ ഉള്ളൂ, അത്രയും ചെറുതാ. പക്ഷെ ആ ചെറിയ പ്രാർത്ഥനയിൽ ഒരു വാക്ക് 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഏതാണെന്നറിയോ? ബർക്കത്ത്. നമുക്ക് മലയാളം പോലെ പരിചിതമായ വാക്കാണ് ബർക്കത്ത് എന്ന് നമ്മൾ പറയും. വർക്കത്ത്, ബർക്കത്ത് എന്നൊക്കെ പറയും. എന്താണ് ബർക്കത്ത്? എന്താണ് ബർക്കത്ത്? കുറേ ഉണ്ടാവലാണോ ബർക്കത്ത്? ഒരാൾക്ക് കുറേ പൈസയും ഐശ്വര്യങ്ങളും ഉണ്ടാവലാണോ? ആണോ? ആണോ? ആണെങ്കിൽ എല്ലാം കിട്ടിയ ഒരാളോട് ചെന്നിട്ട് ചോദിച്ചു നോക്കൂ, എന്താണ് ബർക്കത്ത് എന്ന്. അയാൾ പറയട്ടെ. നമ്മുടെ നാട്ടിൽ ഏറ്റവും സമ്പന്നനായ മനുഷ്യനോട് ചെന്നിട്ട് ചോദിച്ചു നോക്കൂ, എന്താണ് ബർക്കത്ത് എന്ന്. ഇനിയും ഉണ്ടാവലാണ് എന്ന് അയാൾ പറയില്ല. പക്ഷെ അയാൾ പറയാൻ സാധ്യതയുള്ളൊരു കാര്യമുണ്ട്. അതെന്താണെന്നറിയോ? മനസ്സമാധാനം. ഹാപ്പിനെസ് ഈസ് പീസ്, നോട്ട് പ്ലഷർ. വിൽ സ്മിത്ത് എന്ന വലിയൊരു കലാകാരൻ്റെ വാക്കാണ്. ഹാപ്പിനെസ് ഈസ് പീസ്, നോട്ട് പ്ലഷർ. സന്തോഷം എന്ന് പറഞ്ഞാൽ നിമിഷ രസങ്ങളുടെ പേരല്ല. സന്തോഷം എന്ന് പറഞ്ഞാൽ മനസ്സമാധാനമാണ്. ആ മനസ്സമാധാനം നമ്മുടെ പ്രിയപ്പെട്ട 2 പേരുടെയും ജീവിതത്തിൽ, ആയുസ്സിൽ, വരാനിരിക്കുന്ന മുഴുവൻ കാലത്തും പഠിച്ചവനിൽ നിന്നുള്ള അനുഗ്രഹം, ബ്ലെസ്സിങ് അവരുടെ മേൽ എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാനാണ് ഹബീബായ റസൂൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ആ പ്രാർത്ഥന നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനകുമാ ഫീ ഖൈർ. 2 കുടുംബങ്ങളിൽ നിന്നും വേർപെട്ടു പോയിട്ടുള്ള കുറേ ആൾക്കാരുണ്ടാവും. വല്യപ്പന്മാർ, വല്യമ്മമാർ, അങ്ങനെ പ്രിയപ്പെട്ട കുറേ ആളുകൾ ഈ സദസ്സിലുണ്ടായിരുന്നു എങ്കിൽ വലിയ സന്തോഷം അനുഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ. ഇങ്ങനെയുള്ള ഒരുമിച്ച് കൂടലുകളിൽ അവരെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നമ്മളിവിടെ അനുഭവിക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം അവരുടെ ഖബർ ജീവിതത്തിൽ പടച്ചോൻ അവർക്ക് ചൊരിഞ്ഞു കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ ആരോഗ്യത്തിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ സമ്പത്തിൽ പടച്ചവൻ സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു